ചാനൽ പൂട്ടി ജയിലിലേക്ക് പോകുമോ അല്ല ചാനൽ മറ്റാരെങ്കിലും നടത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടർ മുതലാളിമാരെക്കുറിച്ച് എല്ലാവർക്കുമുള്ള ഒരു സംശയം. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് പ്രശ്നമില്ലെന്നും ഇതുവരെ കേരളം ഭരിച്ച പിണറായിക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും എന്നാൽ 3 മാസമാകുന്നതിന് മുൻപ് VD സതീശൻ റിപ്പോർട്ടറിനെ പൂട്ടിക്കാൻ നടക്കുന്നു എന്നും പറഞ്ഞ് വിലപിക്കുന്ന ആൻഡോ അഗസ്റ്റിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. എന്നാൽ ഇത് വെറുതെയല്ല. പിണറായി വിജയൻ ചിലപ്പോൾ റിപ്പോർട്ടറിൻ്റെ തട്ടിപ്പ് പാർട്ട്ണറായിരിക്കാം. കാരണം ആ സമയത്താണ് എല്ലാ തട്ടിപ്പുകളും നടത്തിയതും അത് വിജയിപ്പിച്ചെടുത്തതും. എന്നാൽ സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിനെ അതിന് കിട്ടുമെന്ന് അങ്ങനെ കരുതണ്ട എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന സന്ദേശം. പക്ഷേ സതീശൻ പോലും ചിന്തിക്കാത്ത എത്ര വേഗത്തിൽ ഇതിനെ പൂട്ടിക്കെട്ടാൻ പോകുകയാണ് ഈ തട്ടിപ്പ് സംഘം തന്നെ. തട്ടിപ്പിലൂടെ മാത്രം ജീവിക്കാമെന്ന് കരുതുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ കൂടുതൽ കുരുക്കിലേക്ക് പോകുകയാണിപ്പോൾ. രാജ്യത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകാർ കാണിക്കാത്ത തരത്തിലുള്ള 2 കേസുകളുടെ പിന്നിൽ ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ ഓടുകയാണ് ഈ മുതലാളിമാർ. ഒന്ന്, മരം മുറിച്ച് കടത്തിയ കാട്ടുകള്ളന്മാർ എറണാകുളത്തെ ഒരു മരവ്യാപാരിയെ വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത് വളരെ വ്യക്തമായി പൊക്കിയിരിക്കുകയാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. അഗസ്ത്യന്മാരെ, നിങ്ങൾ വീരപ്പനെ പോലും വെല്ലുന്ന കാട്ടുകള്ളന്മാരാണെന്നും അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ടെന്നും ഒരു കോടതി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എറണാകുളം അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാൻ പ്രതികളോട് 20-ാം തീയതി കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിന് പോകാൻ ധൈര്യമില്ലാതെ ഹൈക്കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണിവർ. വഞ്ചനാ കേസിൻ്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയും ഇത് മുഖത്തേക്ക് വലിച്ചെറിയാനാണ് സാധ്യത. കാരണം നമുക്കറിയാം, അതായത് വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനം വകുപ്പ് പാസുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ ഒരു മരകമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസവഞ്ചന നടത്തിയവരാണ് ഈ പറയുന്ന റിപ്പോർട്ടർ സഹോദരങ്ങൾ. അതിലാണ് അവർക്കെതിരെയുള്ള കേസ്. മരക്കമ്പനി ഉടമ അലിയാർ നൽകിയ പരാതിയിലാണ് 2021 ഈ സഹോദരങ്ങളെ പ്രതിയാക്കി കേസെടുത്തത്. അന്ന് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അന്ന് തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെ ഇതേ വിഷയത്തിൽ ഇതേ രേഖകൾ തെളിവായി നിൽക്കുന്ന ഒരു കേസിൽ ഒരു തവണ ഹൈക്കോടതി ഓടിച്ചു വിട്ട ആളുകൾ അവർ തന്നെ വന്ന് വീണ്ടും അഭിഭാഷകർക്ക് ലക്ഷങ്ങൾ നൽകി പുണ്യാളന്മാരാകാൻ ശ്രമിച്ചാൽ അതെല്ലാം ഹൈക്കോടതി അങ്ങനെ വകവെച്ച് കൊടുക്കാനൊന്നും പോകുന്നില്ല ഉള്ളതാണ് സൂചന. സർക്കാരിനെ വഞ്ചിക്കുന്നു, അതേ ലാഘവത്തോടെയും അതിൻ്റെ ആനുകൂല്യത്തോടെയും കൂടി ജനങ്ങളെയും വഞ്ചിക്കുന്നു, പാവങ്ങളെ പുച്ഛിച്ചു തള്ളുന്നു, കൊള്ള നടത്തിയ താനാണ് തന്നെ ശരിയെന്നും പറഞ്ഞു നടക്കുന്നു. ഇതെല്ലാം എന്നും നിലനിൽക്കുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്തു കൂട്ടിയ തട്ടിപ്പുകളെല്ലാം തിരിഞ്ഞുകൊത്തുകയാണ് അവർക്കെതിരെ തന്നെ. മരം കൊള്ള നടത്തിയ കേസ് തന്നെയെല്ലാം തെളിവുകളുടെയും തങ്ങളെ അകത്തിട്ട് പൂട്ടുമെന്ന് ഉറപ്പായി നിൽക്കുന്നതിനൊപ്പം തന്നെയാണ് മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള തട്ടിപ്പിലും കുരുക്ക് മുറുകുന്നത്. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നടത്തിയ GST തട്ടിപ്പിൽ SIT ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ പിണറായി സ്നേഹിതന്മാരുടെ കാര്യമായതുകൊണ്ട് പല ഉദ്യോഗസ്ഥന്മാരും സമ്മർദ്ദത്തിന് വഴങ്ങി പല വിട്ടുവീഴ്ചകളും ചെയ്ത് തട്ടിപ്പിന് കൂട്ടുനിന്നു. ഇപ്പോൾ പിണറായിയുമില്ല, ഭരണവുമില്ല. അതോടെ ഉദ്യോഗസ്ഥരെല്ലാം അകത്തു പോകുമെന്നൊരു സ്ഥിതിയിലായിട്ടുണ്ട്. GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് SITയുടെ ആദ്യം തന്നെയുള്ള കണ്ടെത്തലിലുണ്ട്. തട്ടിപ്പ് നടത്തിയ 22 കോടിയിലധികം രൂപ അടക്കാനുള്ള സ്പോൺസർക്ക് സമൻസ് അയച്ചിട്ട് 7 മാസത്തോളം ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് ഈ തട്ടിപ്പിൻ്റെ ഭാഗം തന്നെയാണ്. കോടികളുടെ നികുതി വെട്ടിപ്പിനെ ഗൗരവത്തോടെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ 3 ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അപ്പുറത്തേക്ക് അന്വേഷണം നീങ്ങുകയാണ്. തങ്ങളെ സമ്മർദ്ദം ചെലുത്തി ചെയ്യിപ്പിച്ചതാണെന്നുള്ളൊരു മൊഴിയാണ് ഇനി വരാൻ പോകുന്നത്. അതിലെല്ലാം അകത്തേക്കുള്ള വഴിയാണ് ഇനി തുറക്കാൻ പോകുന്നത് സഹോദരങ്ങൾക്ക്. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ നടന്ന കള്ളക്കളികളുടെ കൂട്ടത്തിൽ നടത്തിയ നികുതി വെട്ടിപ്പും കണ്ടെത്തിയതോടെ അതിലും റിപ്പോർട്ടർ TVക്ക് വരാൻ പോകുന്നത് നല്ല കനത്ത ആഘാതം തന്നെയായിരിക്കും. ഇതിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ മുഖ്യമന്ത്രി സതീശൻ്റെ ഓഫീസും കൂടെ തന്നെയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടിയ പരാതികളിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും മരം കട്ടതിൽ കോടതിയും മെസ്സി കൊള്ളയിൽ മുഖ്യമന്ത്രി സതീശനും പിടിമുറുക്കിയതോടെ റിപ്പോർട്ടർ മുതലാളിമാർ ചാനൽ വിട്ടോടിപ്പോകും എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന.